ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കേരള പോലീസിന്റെ ഒഫീഷ്യൽ സൈറ്റായ തുണ സൈറ്റ് വഴി എങ്ങനെ PCC അഥവാ നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെന്റ് ആയിട്ട് ആപ്ലിക്കന്റിന്റെ ഫോട്ടോഗ്രാഫ്, വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെന്നുള്ള വാലിഡ് ഡോക്യുമെന്റ്, അതല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ആഫിഡവിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക. ഇതിൽ തുണ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കേരള പോലീസിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ് തുണ എന്ന് പറയുന്നത്. ഈ ഒരു സൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനും, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മൈക്ക് റിക്വസ്റ്റ്, ആക്സിഡന്റ് GD, ലോസ്റ്റ് പ്രോപ്പർട്ടി, FIR ഡൗൺലോഡ്, വെഹിക്കിൾ NOC, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് ആൻഡ് സ്ട്രൈക്ക് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ മൈക്ക് റിക്വസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് നൽകുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിനായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കന്റിന്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് നെയിം നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അപേക്ഷകന്റെ പേരിന് ഇനിഷ്യൽ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇല്ലാത്തതാണെങ്കിൽ അച്ഛന്റെ പേര്, അതല്ല എങ്കിൽ സ്ഥലപ്പേര് അല്ലെങ്കിൽ വീട്ടുപേര് നൽകാവുന്നതാണ്. കൊടുക്കുന്ന ഫോൺ നമ്പർ വാലിഡ് ആയിരിക്കണം. ഇൻ കേസ് പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP അടിച്ചാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ നമ്പർ വരുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ K ക്യാപിറ്റൽ കൊടുക്കുക, കേരള @123 എന്നോ മറ്റോ നൽകാവുന്നതാണ്. വിവരങ്ങൾ കൃത്യമായി കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കോഡ് കൃത്യമായി കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ വരുന്നതാണ്. ഓക്കെ എന്ന് കൊടുക്കുക. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോൺ നമ്പറും ക്രിയേറ്റ് ചെയ്ത് നൽകിയ പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൃത്യമായി നൽകിയതിനു ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജിലേക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിൽ ചെയ്യാൻ സാധിക്കുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളിവിടെ നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് അഥവാ PCCക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്ലിക്കന്റിന്റെ പേര് വിവരങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. പേര് മാറ്റി കൊടുക്കണമെങ്കിൽ, അതായത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. വിവരങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളൊന്ന് കൊടുക്കുക. ആപ്ലിക്കന്റിന്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് സൈറ്റിലേക്ക് JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ജെൻഡർ കൊടുത്തതിന് ശേഷം ഫോട്ടോഗ്രാഫ് സൈറ്റിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് നൽകുക. ഫോട്ടോയുടെ സൈസ് പേജിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ അവൈലബിൾ ആണ്. ഫോട്ടോ ഒന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ സൈറ്റിലേക്ക് അപ്ലോഡ് ആയിട്ട് വരുന്നതാണ്. കോൺടാക്ട് ആൻഡ് റിലേഷൻ ഇൻഫർമേഷൻ ആണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. ഇമെയിൽ ID ഓൾറെഡി മുൻപ് കൊടുത്തത് അവിടെ അവൈലബിൾ ആയിരിക്കും. റിലേഷൻ ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ആരെയാണോ റിലേഷൻഷിപ്പ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫാദർ, മദർ, അല്ലെങ്കിൽ ആരെയാണോ അതിൽ ഓപ്ഷൻസ് വരുന്നതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു റിലേഷൻ ചൂസ് ചെയ്യുക. ഫാദർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഫാദറിന്റെ പേരും, മദർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മദറിന്റെ പേരും നൽകുക. മൊബൈൽ നമ്പറും ഓൾറെഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തതുണ്ടാവും അവിടെ. മൊബൈൽ നമ്പർ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആധാറിന്റെ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളും പ്രൂഫായിട്ട് നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും നൽകേണ്ടതാണ്. പെർമനന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ ഹൗസ് നമ്പർ, അതുപോലെ തന്നെ ഹൗസിന്റെ പേര്, സ്ഥലം, ലോക്കൽ ഏരിയ,
വില്ലേജ്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നൽകേണ്ടതാണ്. അതുപോലെ കൺട്രി സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പോലീസ് സ്റ്റേഷൻ പരിധിയും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ പെർമനന്റ് അഡ്രസ്സ് നൽകിയതിനു ശേഷം പ്രസന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ സെയിം ആസ് പ്രസന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതി. സ്റ്റേറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പോലീസ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപേക്ഷകൻ താമസിക്കുന്നത് റൂറൽ ഏരിയയിലാണെങ്കിൽ റൂറൽ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്രസ്സ് വരുന്ന പോലീസ് സ്റ്റേഷൻ പരിധി ഏതാണെന്നും കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക. പ്രസന്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ടുള്ള ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്നതിൽ ഏത് സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ ഒരു ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് അഥവാ PCC ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പേജിൽ സേവ്ഡ് റിക്വസ്റ്റ് അതുപോലെ ന്യൂ റിക്വസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി പകുതി ചെയ്ത് നിർത്തിയതാണെങ്കിൽ സേവ്ഡ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഓൾറെഡി നൽകിയിരിക്കുന്ന അഡ്രസ് വിവരങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതായത് ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഏത് ഡോക്യുമെന്റ് ആണോ ID ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡോക്യുമെന്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. PDF ഫോർമാറ്റിലോ JPG ഫോർമാറ്റിലോ 2 MB കുറവ് ഫയലാണ് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ആധാർ കാർഡ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആധാർ കാർഡ് സ്കാൻ ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഡയറക്റ്റ് ഫയൽ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകരുത്. കാരണം ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അഥവാ പാസ്വേഡ് ഉള്ള ഫയൽ ആയിരിക്കും. ഈ ഒരു പാസ്വേഡ് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രസന്റ് അഡ്രസ് ഡീറ്റെയിൽസ് പെർമനന്റ് അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ ചെയ്തത് കൊണ്ട് തന്നെ ഡിഫോൾട്ട് ആയിട്ട് അവിടെ വരുന്നതാണ്. വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്രൂഫ് ഓഫ് അഡ്രസ് ഇൻ കേരള എന്ന് ചോദിച്ചുള്ള ഭാഗത്ത് വാലിഡ് ആയിട്ടുള്ള അഡ്രസ് പ്രൂഫ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ തന്നെ SLC ബുക്ക്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡ് തന്നെ സൈറ്റിലേക്ക് ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് നൽകിയാൽ മതിയാകും. ഓതറൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഈസ് ദി ആപ്ലിക്കന്റ് ഫിസിക്കലി അവൈലബിൾ ഫോർ വെരിഫിക്കേഷൻ ഇൻ ദി ഗിവൺ അഡ്രസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അപേക്ഷകൻ അഡ്രസ്സിൽ അവൈലബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവൈലബിൾ ആണെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ നൽകുക. അവൈലബിൾ അല്ല എങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകേണ്ടതാണ്. അവൈലബിൾ ആണെങ്കിൽ യെസ് എന്ന് മാത്രം നൽകിയാൽ മതിയാകും. അതല്ല നോ എന്നാണ് നൽകുന്നതെങ്കിൽ ഡീറ്റെയിൽസ് ഓഫ് എ പേഴ്സൺ ഓതറൈസ്ഡ് ടു കോണ്ടാക്ട് എന്നുള്ള ഓപ്ഷനിൽ ആരെയാണോ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നൽകുന്നത് ആ ഒരു വ്യക്തിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. നെയിം, ജെൻഡർ, ഇമെയിൽ ID, ഫോൺ നമ്പർ, റിലേഷൻ ടൈപ്പ്, ഏജ്, അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകേണ്ടതാണ്. പേജിന്റെ താഴെയായിട്ടുള്ള ഓതറൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് നൽകുക. ആഫിഡവിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സർട്ടിഫിക്കറ്റ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ആ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്ത് നൽകേണ്ടത്. ലോക്കൽ ഏരിയയിൽ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ലോക്കൽ എംപ്ലോയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതല്ലെങ്കിൽ ഏത് ഓപ്ഷനാണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ ആ ഒരു വിവരം അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതിനായിട്ട് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ജോലിയുടെ കോൾ ലെറ്റർ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ എഴുതി തയ്യാറാക്കിയ ഡിക്ലറേഷൻ അറ്റാച്ച് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ പേജ് ആണ് വരുന്നത്. നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. വിവരങ്ങളിൽ എന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ പേജിൽ അപ്ഡേഷൻസ് വരുത്താവുന്നതാണ്. ഇതിനായിട്ട് പേജിന്റെ ഏറ്റവും താഴെയുള്ള പ്രീവിയസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതി. വിവരങ്ങളെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ വെരിഫൈഡ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് വരുന്നത് പേയ്മെന്റ് പേജ് ആണ്. നെക്സ്റ്റ് കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ നിലവിൽ നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് അഥവാ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് സൈറ്റിൽ 610 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. പേ ആൻഡ് പ്രൊസീഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ടു പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്ഷൻ ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. വന്നിരിക്കുന്ന GRN നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഓക്കെ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ പേയ്മെന്റ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിവിടെ UPI എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തതിന് ശേഷം UPIയുടെ ID കൃത്യമായിട്ടൊന്ന് നൽകുന്നുണ്ട്. അതിനുശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാലറ്റിലേക്ക് റിക്വസ്റ്റ് വരുന്നതാണ്. വാലറ്റ് ഓപ്പൺ ചെയ്ത് റിക്വസ്റ്റ് പേയ്മെന്റ് നടത്തി കൺഫേം ചെയ്യാവുന്നതാണ്. ഇൻ കേസ് പേയ്മെന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ട്രൈ ചെയ്താൽ മതിയാകും. പേയ്മെന്റ് സക്സസ് ആണെങ്കിൽ പേയ്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ്. റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് വീണ്ടും നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ്ഡ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജ് വഴി റിക്വസ്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ചെയ്യുക. അപേക്ഷ അപ്രൂവൽ ആയതിനു ശേഷം വീണ്ടും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് അപ്രൂവൽ ലഭിക്കുന്നതല്ല. 3 to 7 ഡേയ്സ് വരെയൊക്കെ ടൈം എടുക്കാറുണ്ട്. അപേക്ഷ സമർപ്പിച്ച സെയിം പ്രൊഫൈലിൽ ഒന്ന് ലോഗിൻ ചെയ്ത് കയറുക. ഹോം പേജിൽ നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ഒഫൻസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സേവ്ഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിൽ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നതിന് നേരെയുള്ള ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.